ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് യൂറോപ്യൻ യൂണിയൻസ് ചാറ്റ് കൺട്രോൾ ലോ, ഇന്ത്യ റഷ്യ റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ഓഫ് ലോജിസ്റ്റിക്സ് അഗ്രിമെന്റ്, ലിത്തിയം, RLV പുഷ്പക്, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് ക്രൈമിയ. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂറോപ്യൻ യൂണിയന്റെ ചാറ്റ് കൺട്രോൾ ലോനെ കുറിച്ചാണ്. ഈ യൂറോപ്യൻ യൂണിയന്റെ പ്രപ്പോസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ചാറ്റ് കൺട്രോൾ ലോയെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 9 അവരൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ പ്രപ്പോസ്ഡ് ചാറ്റ് കൺട്രോൾ ലോ എന്ന് പറയുന്നത് അവിടെ കുറച്ച് വിവാദങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒന്നാണ്. ആളുകളുടെ പ്രൈവസിനൊക്കെ വയലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ നേരിടുന്ന ഒരു പ്രപ്പോസ്ഡ് ലോ ആണ് ഈ ചാറ്റ് കൺട്രോൾ ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹിന്ദുവിലൊരു ആർട്ടിക്കിൾ ഉണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായിട്ട് വരുന്ന EU കമ്മീഷനാണ് ഇപ്പോൾ യൂറോപ്യൻ പാർലമെന്റിൽ ഇത്തരത്തിലൊരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ പർപ്പസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് അവർ പറയുന്നത്, ഈ ചൈൽഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ മെറ്റീരിയൽസിനെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇത്തരത്തിൽ ഓൺലൈനിൽ നടക്കുന്ന ചൈൽഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ മെറ്റീരിയൽസിനെ കണ്ടെത്താനും അത് പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരായിട്ട് നടപടി എടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഒരു ബില്ല് അല്ലെങ്കിൽ ഈ ഒരു നിയമം അവർ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ ഏറ്റവും വിവാദപരവുമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്, ഈ നിയമം നിലവിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂറോപ്യൻ യൂണിയനിലും മറ്റുള്ള മേഖലകളിലൊക്കെ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിലുള്ള പ്രധാനപ്പെട്ട ഇൻസ്റ്റന്റ് മെസ്സേജിങ് ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ മറ്റുള്ള ഇതിന് സിമിലർ ആയിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവരെല്ലാം തന്നെ, ഇപ്പോൾ ഉദാഹരണത്തിന് വാട്സപ്പ്, അതുപോലെ തന്നെ സിഗ്നല്, ഇനി അത് കൂടാതെ ഗൂഗിളിൻ്റെ Gmail, ഇങ്ങനെയുള്ള കമ്പനികളെല്ലാം അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് എല്ലാം തന്നെ അവരുടെ ഉപഭോക്താക്കൾ അപ്ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉപഭോക്താക്കൾ ഷെയർ ചെയ്യുന്ന ഫോട്ടോസ്, വീഡിയോസ്, അതുപോലെ തന്നെ വെബ് ലിങ്ക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് സെൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മാൻഡേറ്ററിലി ചെക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പം നിലവിൽ ഈ ഒരു ഇന്റർനെറ്റിൻ്റെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇപ്പോൾ ഇൻസ്റ്റന്റ് മെസ്സേജിങ് ആപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ് ആളുകളുടെ പ്രൈവസി കൺസേൺ എന്ന് പറയുന്നത്. ഈ പ്രൈവസി കൺസേണിനെ ഒരു പരിധിവരെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒട്ടുമിക്ക ഇൻസ്റ്റന്റ് മെസ്സേജിങ് ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ Gmail പോലുള്ള കമ്പനികളെല്ലാം തന്നെ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് നമ്മൾ ഒരു മെസ്സേജ് അയക്കുന്ന ഒരാൾക്കും അത് റിസീവ് ചെയ്യുന്ന ആൾക്കും മാത്രമേ ആ മെസ്സേജ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. ആ മെസ്സേജ് ഇടയ്ക്ക് വെച്ച് ഇന്റർസെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും അത് ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഈ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷനിലൂടെ കൊടുക്കുന്ന പ്രൈവസിനെ ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന നിയമം എന്ന് പറയുന്നത്. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ ഈ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഇല്ലാതാവും. കാരണം ഈ കമ്പനികൾ നമ്മൾ അയക്കുന്ന ഫോട്ടോസും വീഡിയോസും മറ്റുള്ള വെബ് ലിങ്ക്സും എല്ലാം തന്നെ അവർ പരിശോധിച്ചിട്ട്, നമ്മൾ അയക്കുന്നതിന് മുമ്പായിട്ട് അത് സെൻഡ് ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് അവരത് പരിശോധിച്ച് ഇതിനകത്ത് ഈ ചൈൽഡ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ മെറ്റീരിയൽസ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഇത് അയക്കാൻ അവർ അനുമതി തരുന്നത്. അപ്പോൾ ഇത് ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ ഈ പ്രോസസ്സ് നടക്കുമെങ്കിലും നമ്മൾ അയക്കുന്ന മെസ്സേജുകളും അല്ലെങ്കിൽ നമ്മൾ അയക്കുന്ന ഫോട്ടോസും വീഡിയോസും എല്ലാം തന്നെ ഈ കമ്പനി കാണുന്ന ഒരു അവസ്ഥ വരും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അതോറിറ്റീസ് കാണുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ ഇത് ആളുകളുടെ വലിയ രീതിയിലുള്ള പ്രൈവസിനെ അല്ലെങ്കിൽ വലിയ രീതിയിൽ ആളുകളുടെ പ്രൈവസിനെ വയലേറ്റ് ചെയ്യുന്ന ഒന്നാണ്. ഇത് വലിയ രീതിയിൽ മിസ്യൂസ് ചെയ്യപ്പെട്ടേക്കാം. ഒരു തരത്തിൽ നമ്മളൊരു ഡിസ്റ്റോപ്പിയ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ പ്രൈവറ്റ് ലൈഫിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ മൊത്തം ഗവൺമെൻറ്റും മറ്റുള്ള കമ്പനികളും അറിയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളൊരു ക്രിറ്റിസിസം ഈ നിയമം നേരിടുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ചില പബ്ലിക് കൺസൾട്ടേഷൻസിൽ ഏകദേശം 80% റെസ്പോണ്ടൻസും ഈ ഒരു നിയമം നിർമ്മിക്കാനുള്ള യൂറോപ്യൻ യൂണിയൻ്റെ അല്ലെങ്കിൽ യൂറോപ്യൻ കമ്മീഷൻ്റെ ശ്രമങ്ങളെ എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഈ ഉപഭോക്താക്കളെ കൂടാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു വിഭാഗം സ്റ്റേക്ക് ഹോൾഡേഴ്സാണ് ഈ വാട്സപ്പ്, സിഗ്നൽ, Gmail ഒക്കെ പോലുള്ള കമ്പനികൾ. ഈ കമ്പനികളും ഇതിനെ വലിയ രീതിയിൽ എതിർക്കുന്നുണ്ട്. അതുകൂടാതെ യൂറോപ്യൻ യൂണിയനിലെ ഫ്രാൻസ് പോലുള്ള ചില രാജ്യങ്ങളും ഈ ഒരു നിലപാടിന് അല്ലെങ്കിൽ ഈ ഒരു നടപടിനെ വലിയ രീതിയിൽ ഒപ്പോസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. പക്ഷേ ബെൽജിയം ഒക്കെ പോലുള്ള ചില രാജ്യങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞിരിക്കുക. നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഇന്ത്യ റഷ്യ റെസിപ്രോക്കൽ എക്സ്ചേഞ്ച് ലോജിസ്റ്റിക്സ് എഗ്രിമെന്റ് അല്ലെങ്കിൽ റീലോസ് എന്ന് പറയുന്ന ഒരു പ്രപ്പോസ്ഡ് എഗ്രിമെന്റിനെ കുറിച്ചാണ്. അപ്പോൾ ഈ എഗ്രിമെന്റിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം, ഈ എഗ്രിമെന്റ് കുറച്ച് കാലങ്ങളായിട്ട് ഇന്ത്യക്കും റഷ്യക്കും ഇടയിലുള്ള ചർച്ചകളുടെ ഭാഗമായിട്ട് നടക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ എഗ്രിമെന്റ് ഇപ്പോൾ സൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റീസെൻ്റ്ലി ഒരു തീരുമാനം എടുത്തതായിട്ടുള്ള, അല്ലെങ്കിൽ ഏകദേശം ഈ എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം എത്തുന്ന രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് രണ്ട് ഗവൺമെന്റുകളും എത്തിയതായിട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 11 വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ എഗ്രിമെന്റ് എന്താണെന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ യൂറോപ്യൻ യൂണിയൻ്റെ ഈ പ്രപ്പോസ്ഡ് ലോ പോലെ തന്നെ ഇതൊരു പ്രപ്പോസ്ഡ് എഗ്രിമെന്റ് ആണെന്ന് മനസ്സിലാക്കാൻ. നിലവിൽ ഇത് സൈൻ ചെയ്തിട്ടില്ല.
അപ്പോൾ ഇതൊരു പ്രപ്പോസ്ഡ് ലോജിസ്റ്റിക്സ് എഗ്രിമെൻ്റ് ആണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി. അടുത്ത കാലത്ത് ഇത് സൈൻ ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അമേരിക്കയും അതുപോലെ തന്നെ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളുമായിട്ട് 2016 തൊട്ട് ഇന്ത്യ ഒരുപാട് ലോജിസ്റ്റിക്സ് എഗ്രിമെൻറ്റ്സ് സൈൻ ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ആ ഒരു സീരീസ് ഓഫ് ലോജിസ്റ്റിക്സ് എഗ്രിമെൻറ്റ്സിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അമേരിക്കയുമായിട്ട് 2016 നമ്മൾ സൈൻ ചെയ്തിട്ടുള്ള ലെമോവ എന്ന് പറയുന്ന എഗ്രിമെൻ്റ് ആണ്. ഈ ലെമോവക്ക് വളരെ സിമിലർ ആയിട്ടുള്ള ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സൈൻ ചെയ്തിട്ടുള്ള ലെമോവ എന്ന് പറയുന്ന എഗ്രിമെൻറ്റിന് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ആണ് ഇപ്പോൾ റഷ്യയുമായിട്ട് പ്രപ്പോസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ഒരു ലോജിസ്റ്റിക്സ് എഗ്രിമെൻ്റ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ എഗ്രിമെൻറ്റിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്കും റഷ്യക്കും ഇടയിലുള്ള മിലിറ്ററി എക്സ്ചേഞ്ചസ്, അതായത് മിലിറ്ററി എക്സസൈസസ്, ട്രെയിനിങ് ഇവൻറ്റ്സ്, അതുപോലെ തന്നെ രണ്ട് രാജ്യങ്ങളുടെയും നേവികൾ നടത്തുന്ന പോർട്ട് കോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയുടെ നേവി റഷ്യയുടെ അടുത്തൂടെയുള്ള വാട്ടേഴ്സിലൂടെയൊക്കെ സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് റീപ്ലനിഷ് ചെയ്യാനും റിപ്പയർ ചെയ്യാനും അല്ലെങ്കിൽ റഷ്യൻ പോർട്ടുകൾ വിസിറ്റ് ചെയ്യാനൊക്കെ പോകുന്നതിനെയാണ് പോർട്ട് കോൾസ് എന്ന് പറയുക. അപ്പോൾ ഇത്തരത്തിലുള്ള പോർട്ട് കോൾസ്, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് ആൻഡ് ഡിസാസ്റ്റർ റിലീഫ് എഫേർട്സ് അല്ലെങ്കിൽ HADR എഫേർട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള സൈന്യങ്ങൾക്കിടയിലുള്ള കുറേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. ആ പ്രൊസീജിയേഴ്സ് വലിയ രീതിയിൽ സിംപ്ലിഫൈ ചെയ്യാൻ, വളരെയധികം ഈസി ആക്കി മാറ്റാൻ ഈ എഗ്രിമെൻറ്റ് സഹായിക്കും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇപ്പോൾ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഈ എഗ്രിമെൻറ്റ് ഒരു 5 വർഷത്തേക്കായിരിക്കും. ഇത് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ചെയ്തത് തൊട്ട് 5 വർഷത്തേക്കായിരിക്കും ഈ എഗ്രിമെൻറ്റിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. 5 വർഷം കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി റിന്യൂ ചെയ്യപ്പെടും. അടുത്തൊരു 5 വർഷത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഇത് റിന്യൂ ചെയ്യപ്പെടും. ഇത് അവസാനിക്കാനുള്ള ഒരേ ഒരു സാഹചര്യം, ഈ എഗ്രിമെൻ്റ് എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 വർഷം കഴിയുന്ന സമയത്ത് ഏതെങ്കിലും ഒരു രാജ്യം, അതായത് ഇന്ത്യയോ റഷ്യയോ, ഇത് തുടരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ടെർമിനേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ മാത്രമേ ഇത് അവസാനിക്കുകയുള്ളൂ. അപ്പോൾ ഈ എഗ്രിമെൻ്റ് കൊണ്ട് ഏറ്റവും വലിയ ബെനിഫിഷ്യറി ആയിട്ട് മാറാൻ പോകുന്നത് ഇന്ത്യൻ നേവി ആണെന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യൻ നേവിക്ക് ഹൈ സീസിൽ, അതായത് ഈ വലിയ രീതിയിൽ ഉൾക്കടലുകളിലും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സമുദ്രങ്ങളിലൊക്കെ ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യാനും, അതുപോലെ തന്നെ റഷ്യ പോലുള്ള നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ദൂരത്തുള്ള, അതുപോലെ തന്നെ ആർട്ടിക് പോലുള്ള മേഖലകളിലൊക്കെ ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യാനൊക്കെ ഈ ഒരു എഗ്രിമെൻറ്റ് സഹായകമാകും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ലിത്തിയത്തെ കുറിച്ചാണ്. അപ്പോൾ ലിത്തിയം എല്ലാവർക്കും അറിയാം, ഇതൊരു റെയർ എർത്ത് മിനറൽ അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ മിനറലാണ് ലിത്തിയം എന്ന് പറയുന്നത്. അപ്പോൾ ലിത്തിയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു വാർത്ത, ഈ ഛത്തീസ്ഗഡിലെ ലിത്തിയം മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 1 വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ലിത്തിയക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ലിത്തിയം എന്ന് പറയുന്നത് ബേസിക്കലി ഇതൊരു ആൽക്കലൈ മിനറലാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ലിത്തിയത്തിനെ ആളുകൾ വൈറ്റ് ഗോൾഡ് എന്നും വിളിക്കാറുണ്ട്. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സിൽവർ വൈറ്റ് കളറിലുള്ള ഒരു മെറ്റലാണ്. അതുപോലെ തന്നെ പീരിയോഡിക് ടേബിളിലെ ലേറ്റസ്റ്റ് മെറ്റലായിട്ട്, ഏറ്റവും കനം കുറഞ്ഞ മെറ്റലായിട്ട് അറിയപ്പെടുന്നതും ഈ ലിത്തിയം തന്നെയാണ്. ഇനി ലിത്തിയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്, ഒന്ന് വളരെ ഹൈ റിയാക്ടിവിറ്റി ഉള്ളൊരു മെറ്റലാണത്, ലോ ഡെൻസിറ്റി ആണ്, അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള എക്സലൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോ കെമിക്കൽ പ്രോപ്പർട്ടീസും ഈ ലിത്തിയം എന്ന് പറയുന്ന മെറ്റലിനുണ്ട്. അപ്പോൾ ഈ ലിത്തിയം നമുക്ക് സാധാരണഗതിയിൽ നാച്ചുറലി ഡിഫറെൻ്റ് മിനറൽസിൽ ഈ ലിത്തിയം കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ ഒരു സ്പോഡോമെയിന്, അതുപോലെ തന്നെ പെറ്റാലൈറ്റ്, ലെപ്പിഡോലൈറ്റ് എന്നൊക്കെ പറയുന്ന മിനറൽസിൽ സാധാരണഗതിയിൽ ലിത്തിയത്തിൻ്റെ അംശങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള മിനറൽസ് മൈൻ ചെയ്തെടുത്ത് അത് റിഫൈൻ ചെയ്തിട്ടാണ് ലിത്തിയം വേർതിരിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ ലിത്തിയത്തിൻ്റെ കോമ്പോണൻസ് വേർതിരിച്ചെടുക്കുന്നത്. ഇനി ലിത്തിയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയ, ചിലി, ചൈന, അർജന്റീന എന്നീ രാജ്യങ്ങളാണ്. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന ഓസ്ട്രേലിയ, ചിലി, ചൈന, അർജന്റീന എന്ന് പറയുന്നത് അതിൻ്റെ ഈ പ്രൊഡക്ഷൻ്റെ ഓർഡറിലാണ്. ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓസ്ട്രേലിയയാണ്, രണ്ടാമത് ചിലിയാണ്, മൂന്നാമത് ചൈനയാണ്. ഇനി അതുപോലെ തന്നെ ലിത്തിയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയാണ് ലിത്തിയം ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇത് സൗത്ത് അമേരിക്കയിൽ അർജന്റീന, ചിലി, ബൊളീവിയ എന്നീ രാജ്യങ്ങൾ കൂടിച്ചേരുന്ന ഒരു മേഖലയുണ്ട്. ആ മേഖലയെയാണ് ലിത്തിയം ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. കാരണം ലോകത്തിലെ അതായത് നമുക്ക് മനസ്സിലായിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തിൽ പ്രൂവൺ ആയിട്ടുള്ള ലിത്തിയം റിസർവിൻ്റെ ഏകദേശം പകുതിയും കിടക്കുന്നത് ഈ അർജന്റീന, ചിലി, ബൊളീവിയ എന്നീ മൂന്ന് രാജ്യങ്ങൾ അതിർത്തി പങ്കിടുന്ന ഒരു മേഖലയിലാണെന്ന് മനസ്സിലാക്കുക. ഈ ഇന്ത്യയിൽ 2023 പ്രധാനമായിട്ടും ഈ ലിത്തിയം ഡെപ്പോസിറ്റുകൾ വലിയ രീതിയിൽ കണ്ടെത്താൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ ഈ ലിത്തിയം ഡെപ്പോസിറ്റുകൾ കണ്ടെത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഒരു സലാൽ ഹൈംന ഏരിയ എന്ന് പറയുന്ന ജമ്മു ആൻഡ് കാശ്മീർ യൂണിയൻ ടെറിട്ടറിയിലുള്ള റൈസി ഡിസ്ട്രിക്റ്റ് ഉണ്ട്. ആ പ്രദേശത്ത് വലിയൊരു ലിത്തിയം ഡെപ്പോസിറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലിത്തിയം ഡെപ്പോസിറ്റ് ആണത്. അതുപോലെ തന്നെ
ജാർഖണ്ഡിലുള്ള ഒരു കൊഡർമ ആൻഡ് ഗിരിതി റീജിയനിലും ഈ പറയുന്ന ലിത്യം ഡെപ്പോസിറ്റ് ഉണ്ട്. പിന്നെ നേരത്തെ നമ്മൾ ഈ വാർത്തയിൽ സൂചിപ്പിച്ച പോലെ ഛത്തീസ്ഗഡിലും ലിത്യം ഡെപ്പോസിറ്റ്സ് കണ്ടെത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി ലിത്യത്തിന്റെ പ്രധാനപ്പെട്ട ഉപയോഗം അല്ലെങ്കിൽ ലിത്യം എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പ്രധാനമായിട്ട് മാറുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അതിന്റെ ഉത്തരം അറിയാം. കാരണം ഈ ഇലക്ട്രോണിക് വെഹിക്കിൾസിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഗുഡ്സിലൊക്കെ യൂസ് ചെയ്യുന്ന റീചാർജബിൾ ആയിട്ടുള്ള ലിത്യം അയൺ ബാറ്ററീസിന്റെ ബേസ് എന്ന് പറയുന്നത് ഈ ലിത്യം എന്ന് പറയുന്ന മെറ്റലാണ്. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ കൂടെ നമ്മുടെ ഇന്ത്യയിൽ ഒരു ക്രിട്ടിക്കൽ മിനറൽ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഒരു മെറ്റലും കൂടിയാണ് അല്ലെങ്കിൽ ഒരു മിനറലും കൂടിയാണ് ലിത്യം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ക്രിട്ടിക്കൽ മിനറൽസ്, ഇന്ത്യയിലുള്ള ക്രിട്ടിക്കൽ മിനറൽസ് ഏതൊക്കെയാണ്, അത് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. സോ ക്രിട്ടിക്കൽ മിനറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിനും അതുപോലെ തന്നെ ആ രാജ്യത്തിന്റെ ദേശീയ സുരക്ഷക്കും ക്രിട്ടിക്കൽ ആണെന്ന് ആ രാജ്യം കണക്കാക്കുന്ന നാച്ചുറൽ റിസോഴ്സസ് ഉണ്ടാവും. അതിനെയാണ് ക്രിട്ടിക്കൽ മിനറൽസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാറുള്ളത്. ഇത് കൺട്രി വൈസ് മാറിക്കൊണ്ടിരിക്കും എന്ന് മനസ്സിലാക്കുക. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളൊന്നും ഇങ്ങനെ ക്രിട്ടിക്കൽ മിനറൽസിന്റെ ലിസ്റ്റ് ഇറക്കാറില്ല. പക്ഷേ ഇന്ത്യ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ ഇത്തരത്തിൽ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാറുണ്ടെന്ന് മനസ്സിലാക്കി. ഇന്ത്യ ഇപ്പോൾ കഴിഞ്ഞ വർഷം തൊട്ടാണ് ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്രിട്ടിക്കൽ മിനറൽസ് ആയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് മിനറൽസിനെ പ്രഖ്യാപിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് പല കാരണങ്ങളും ഉണ്ടാവും. അതിന്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് എക്കണോമിക് ഡെവലപ്മെന്റിനും നാഷണൽ സെക്യൂരിറ്റിക്കും അത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. മറ്റൊന്നെന്ന് പറയുന്നത് ഇതിന്റെ ലിമിറ്റഡ് അവൈലബിലിറ്റി ആയിരിക്കാം. ഓക്കെ, ലിമിറ്റഡ് അവൈലബിലിറ്റി, അതുപോലെ തന്നെ ചില സമയത്ത് ഇപ്പോൾ ലിത്യത്തിന്റെ ഒക്കെ കേസ് നമുക്കറിയാം അതിന്റെ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്ഷൻ ഒരു പ്രശ്നമാണ്. ലോകത്തിലെ അപൂർവം ചില മേഖലകളിൽ മാത്രമാണ് അതിന്റെ മെജോറിറ്റി ഡെപ്പോസിറ്റ്സും കിടക്കുന്നത്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് ചില മിനറൽസിനെ നമ്മൾ ക്രിട്ടിക്കൽ മിനറൽസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രിട്ടിക്കൽ മിനറൽസ് ആയിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് മിനറൽസിനെ ഡിക്ലെയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പെർമനന്റ് ആയിട്ടുള്ള ലിസ്റ്റ് ആയിരിക്കില്ല എന്ന് മനസ്സിലാക്കുക. കാരണം ഈ പറയുന്ന മാറിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജീസ്, മാർക്കറ്റ് ഡൈനാമിക്സ്, ജിയോ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ക്രിട്ടിക്കൽ മിനറൽസിനെ ഡിക്ലെയർ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ USA, ജപ്പാൻ, യുണൈറ്റഡ് കിങ്ഡം, യൂറോപ്യൻ യൂണിയൻ, കാനഡ എന്നുള്ള രാജ്യങ്ങളും സംഘടനകളും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളൊക്കെ ഈ ക്രിട്ടിക്കൽ മിനറൽസിന്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാറുണ്ട്. ഇനി നമ്മുടെ ഇന്ത്യയിലുള്ള ക്രിട്ടിക്കൽ മിനറൽസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ മിനിസ്ട്രി ഓഫ് മൈൻസിന്റെ കീഴിലുള്ള ഒരു എക്സ്പേർട്ട് കമ്മിറ്റി ഉണ്ട്. ആ എക്സ്പേർട്ട് കമ്മിറ്റി ഇന്ത്യയിൽ 30 ക്രിട്ടിക്കൽ മിനറൽസിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ആ 30 ക്രിട്ടിക്കൽ മിനറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആന്റിമണി, ലിത്യം, ടൈറ്റാനിയം, കോപ്പർ എന്നൊക്കെ ഉള്ള മിനറൽസ് ഉൾപ്പെടുന്നതാണ്. ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് ഈ 30 മിനറൽസ് എന്ന് പറയുന്നത്. ഇനി അത് കൂടാതെ ഒരു സെന്റർ ഓഫ് എക്സലൻസ് ഫോർ ക്രിട്ടിക്കൽ മിനറൽസ് അല്ലെങ്കിൽ CECM എന്ന് പറയുന്ന ഒരു ബോഡി കൂടി ക്രിട്ടിക്കൽ മിനറൽസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ 30 ക്രിട്ടിക്കൽ മിനറൽസിന്റെ ലിസ്റ്റിനകത്ത് മാറ്റങ്ങൾ വരുത്താൻ, പീരിയോഡിക്കൽ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് വരുത്താനും സ്ട്രാറ്റജി ഫോർമുലേഷനും വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ബോഡി എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് RLV പുഷ്പക്കിനെ കുറിച്ചാണ്. സോ ഈ RLV പുഷ്പക് അല്ലെങ്കിൽ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ പുഷ്പക് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ISRO ഒരു എക്സ്പെരിമെന്റൽ ബേസിസിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെന്റൽ സ്പേസ് ഫ്ലൈറ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ പണ്ട് അമേരിക്കയിലൊക്കെ ഉണ്ടായിരുന്ന സ്പേസ് ഷട്ടിലിനൊക്കെ സിമിലർ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ RLV പുഷ്പക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ RLV പുഷ്പകിന്റെ ഒരു ഇതിന്റെ ലാൻഡിങ് എക്സ്പെരിമെന്റ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ 3ാമത്തെ ലാൻഡിങ് എക്സ്പെരിമെന്റ് സക്സസ്ഫുൾ ആയിട്ട് കണ്ടക്ട് ചെയ്തതിനെ കുറിച്ചുള്ള ഒരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിലും ഇന്ത്യൻ എക്സ്പ്രസിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ RLV പുഷ്പകിന് മറ്റൊരു പേരും കൂടി ഉണ്ട്. ഇതിന് RLV-TD എന്നും കൂടി അല്ലെങ്കിൽ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ എന്നുള്ള പേരിലും കൂടി ഇത് അറിയപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിലവിൽ ഇന്ത്യയുടെ ആദ്യത്തെ അൺക്രൂഡ് ആയിട്ടുള്ള, അതായത് മനുഷ്യൻ നേരിട്ട്, അതായത് ഒരു പൈലറ്റ് നിയന്ത്രിക്കാത്ത അൺക്രൂഡ് ആയിട്ടുള്ള ഒരു ഫ്ലൈയിങ് ടെസ്റ്റ് ബെഡാണ് ഈ RLV പുഷ്പക് അല്ലെങ്കിൽ RLV-TD എന്ന് പറയുന്നത്. ഇത് ISRO ആണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ISRO ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ പ്രോഗ്രാം ഉണ്ട് 2012 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ RLV പുഷ്പക് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ RLV പുഷ്പക് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഇത് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇന്ത്യ അൾട്ടിമേറ്റ്ലി അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു 2 സ്റ്റേജ് ടു ഓർബിറ്റ് റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ സ്റ്റേജിൽ ഈ ഒരു 2 സ്റ്റേജ് ടു ഓർബിറ്റ് റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടെസ്റ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ പ്രപ്പോസ്ഡ് വെഹിക്കിളിൻ്റെ ഒരു സ്കെയിൽ ഡൗൺ വേർഷനായിട്ട്, ഇതിൻ്റെ ഒരു കുഞ്ഞൻ വേർഷനായിട്ടാണ് ഈ പുഷ്പക് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതായത് ഇതിൻ്റെ ടെസ്റ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫൈനൽ വേർഷൻ ഒരിക്കലും ഈ രീതിയിലായിരിക്കും, ഇതിനെക്കാട്ടും കുറച്ചും കൂടി വലുതായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി RLV പുഷ്പക് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതിൻ്റെ പർപ്പസ് അല്ലെങ്കിൽ ഇതിനൊരു ടെസ്റ്റ് വെഹിക്കിളായിട്ട് അല്ലെങ്കിൽ ടെസ്റ്റ് ബെഡായിട്ട് എന്തുകൊണ്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഇത് പ്രധാനമായിട്ട് ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഈ പറയുന്ന റീയൂസബിൾ വെഹിക്കിൾസിന്റെ ഡിഫറെന്റ് ആസ്പെക്ട്സ് ഉണ്ട്. ഇപ്പോൾ ഹൈപ്പർസോണിക് ഫ്ലൈറ്റ്, ഓട്ടോ ലാൻഡ്, പവേർഡ് ക്രൂയിസ് ഫ്ലൈറ്റ്, ഹൈപ്പർസോണിക് ഫ്ലൈറ്റ് യൂസിങ് എയർ ബ്രീത്തിങ് എഞ്ചിൻ പ്രൊപ്പൽഷൻ, അതുപോലെ തന്നെ ഹൈപ്പർസോണിക് എക്സ്പെരിമെന്റുകൾ എന്നൊക്കെ പറയുന്ന ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് എക്സ്പെരിമെന്റ്സ് ഉണ്ട്. ഇതൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പുഷ്പക് എന്ന് പറയുന്ന എക്സ്പെരിമെന്റൽ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ RLV പുഷ്പക് എന്ന് പറയുന്നത് ഒരു 4 ടെസ്റ്റുകളിലൂടെ 4 സ്റ്റേജസ് ഓഫ് ടെസ്റ്റുകളിലൂടെ കടന്നു പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ സെക്കൻഡ് സ്റ്റേജ് ആണ് ഈ ലാൻഡിങ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ഹെക്സ് അല്ലെങ്കിൽ ഹൈപ്പർസോണിക് ഫ്ലൈറ്റ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ സെക്കൻഡ് സ്റ്റേജ് ആയിട്ടുള്ള ലാൻഡിങ് എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ LEX എന്ന് പറയുന്നതിന്റെ ഈ ലാൻഡിങ് എക്സ്പെരിമെന്റ്സ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ LEXന്റെ 3ാമത്തെ ലാൻഡിങ് എക്സ്പെരിമെന്റ് ആണ് ഇപ്പോൾ ഇന്നലെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന്റെ 3ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് റിട്ടേൺ ഫ്ലൈറ്റ് എക്സ്പെരിമെന്റ് ആണ്. ഈ റിട്ടേൺ ഫ്ലൈറ്റ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന പുഷ്പകിനെക്കാട്ടിലും കുറച്ചും കൂടി വലിപ്പമുള്ള ഇതിന്റെ ഒരു മോഡൽ നിർമ്മിച്ചിട്ട് അതൊരു GSLV റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് എർത്തിന് പുറത്തെത്തിച്ചിട്ട് എർത്തിൽ നിന്ന് അത് തിരിച്ച്, അതായത് ഈ പറയുന്ന അറ്റ്മോസ്ഫിയറിലേക്ക് റീ എൻട്രി ചെയ്തുകൊണ്ട് ഭൂമിയിലേക്ക് തിരിച്ചിറക്കാൻ നോക്കും. അതാണ് റിട്ടേൺ ഫ്ലൈറ്റ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അത് ഏറ്റവും അവസാനത്തെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് സ്പെക്സ് എന്ന് പറയുന്നതാണ്. സ്പെക്സ് എന്ന് പറഞ്ഞാൽ സ്ക്രാം ജെറ്റ് പ്രൊപ്പൽഷൻ എക്സ്പെരിമെന്റ് ആണ്. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ റെക്സിനെ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ISRO പേര് മാറ്റിയിട്ട് ORX എന്നാക്കിയിട്ട് മാറ്റിയിട്ട്, അല്ലെങ്കിൽ ഓർബിറ്റൽ റിട്ടേൺ ഫ്ലൈറ്റ് എക്സ്പെരിമെന്റ് എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് 3ാമത്തെ സ്റ്റേജ്. ഈ സ്ക്രാം ജെറ്റ് പ്രൊപ്പൽഷൻ എക്സ്പെരിമെന്റ് ആണ് 4ാമത്തെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4ാമത്തെ ഫൈനൽ സ്റ്റേജും കൂടി സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇത് ISRO യൂസ് ചെയ്യാൻ തുടങ്ങുക എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതൊരു ടെസ്റ്റ് ബെഡ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്ലേസസ് ഇൻ ന്യൂസ് ആണ്. അത് ക്രൈമിയയാണ്. സോ ഈ ക്രൈമിയയെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യ-യുക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ക്രൈമിയക്കെതിരായിട്ട് യുക്രൈൻ ഈ അമേരിക്ക യുക്രൈന് സപ്ലൈ ചെയ്തിട്ടുള്ള ആറ്റകാംസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ടാക്ടിക്കൽ ബാലിസ്റ്റിക് മിസൈൽസ് ഉണ്ട്. അത് ഉപയോഗിച്ച് വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നടത്തിയിട്ടുള്ള വാർത്ത ഇന്നത്തെ എല്ലാ പ്രധാനപ്പെട്ട പത്രങ്ങളിലും വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ക്രൈമിയ എന്ന് പറയുന്ന പ്രദേശത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ക്രൈമിയ എന്ന് പറയുന്നത് ഒരു പെനിൻസുലയാണെന്ന് മനസ്സിലാക്കി. ഇതൊരു പെനിൻസുലാർ റീജിയൻ ആണ്. ഇത് ബ്ലാക്ക് സീയുടെ നോർത്തേൺ കോസ്റ്റിലായിട്ട്, വടക്കൻ മേഖലയിലായിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ബ്ലാക്ക് സീയുടെ തന്നെ ഭാഗമായിട്ടുള്ള സീ ഓഫ് അസോവുമായിട്ടും ക്രൈമിയക്ക് ബോർഡർ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ക്രൈമിയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അളവോളം പ്രാക്ടിക്കലി ഇതൊരു ഐലൻഡ് പോലെ കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഇതൊരു ഐലൻഡായിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്യാതിരിക്കാനുള്ള ഒരൊറ്റ കാരണം എന്ന് പറയുന്നത് ഈ ക്രൈമിയനെ യുക്രൈൻ്റെ ഭാഗമായിട്ടുള്ള കേഴ്സൺ ഒബ്ലാസ്റ്റ് അല്ലെങ്കിൽ കേഴ്സൺ റീജിയൻ എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. ഇതാണ് കേഴ്സൺ എന്ന് പറയുന്നത്. ഈ കേഴ്സൺ റീജിയനുമായിട്ട് കണക്ട് ചെയ്യുന്ന ചെറിയൊരു ലാൻഡ് ബ്രിഡ്ജ് ഉണ്ട്, അതായത് ചെറിയൊരു കരയുണ്ട്. അതിനെയാണ് ഇസ്തമെസ് ഓഫ് പെറക്കോഫ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഇസ്തമെസ് ഓഫ് പെറക്കോഫ് ആണ് ഈ പറയുന്ന ക്രൈമിയൻ പെനിൻസുലിനെ കേഴ്സൺ ഒബ്ലാസ്റ്റുമായിട്ട് അല്ലെങ്കിൽ മെയിൻലാൻഡ് യുക്രൈനുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കണക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ, ഏകദേശം വെറും 5 കിലോമീറ്ററോളം മാത്രം വീതിയുള്ള ഒരു ലാൻഡ് ബ്രിഡ്ജ് ആണിത്. ഇതില്ലായിരുന്നെങ്കിൽ ഈ ക്രൈമിയ ശരിക്കും ഒരു ഐലൻഡ് ആയിട്ട് മാറുമായിരുന്നെന്ന് മനസ്സിലാക്കുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രൈമിയയുമായിട്ട് സീ ഓഫ് അസോവിനും ഒരു അതിർത്തി ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ ക്രൈമിയൻ പെനിൻസുലിനെയും റഷ്യൻ മെയിൻലാൻഡിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന വാട്ടർ ബോഡിയാണ് ഈ സീ ഓഫ് അസോവിനെയും ബ്ലാക്ക് സീനെയും കണക്ട് ചെയ്യുന്ന സ്ട്രൈറ്റ് ഓഫ് കേർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ കേർച്ച് കടലെടുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ 2014 ഈ ക്രൈമിയനെ റഷ്യ പിടിച്ചെടുത്തതിന് ശേഷം ഈ കേർച്ച് സ്ട്രൈറ്റിനെ മുകളിലൂടെ ആയിട്ട് മെയിൻലാൻഡ് റഷ്യനെയും ക്രൈമിയനെയും കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ബ്രിഡ്ജ് അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് കേർച്ച് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ റഷ്യ-യുക്രൈൻ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് പലപ്പോഴായിട്ട് യുക്രൈൻ്റെ ആക്രമണത്തിന് വിധേയമായിട്ടുള്ള ബ്രിഡ്ജാണ് ഈ കേർച്ച് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇനി ക്രൈമിയയിലെ ഏറ്റവും വലിയ നഗരവും ക്രൈമിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സീ പോർട്ടും അല്ലെങ്കിൽ തുറമുഖവും എന്ന് പറയുന്നത് സെവാസ്റ്റോപോൾ എന്ന് പറയുന്ന തുറമുഖ നഗരമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ റഷ്യയുടെ ബ്ലാക്ക് സീ ഫ്ലീറ്റിൻ്റെ ഒക്കെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് വരുന്നതും ഈ സെവാസ്റ്റോപോൾ ആണ്. ഇനി ഈ ക്രൈമിയയുടെ ഭാഗത്തായിട്ട് ഈ സീ ഓഫ് അസോവിൻ്റെ ഒക്കെ അടുത്തായിട്ട്, അല്ലെങ്കിൽ സീ ഓഫ് അസോവിൻ്റെ ഒക്കെ തൊട്ടടുത്തായിട്ട് കിടക്കുന്ന, ക്രൈമിയയുടെ ഭാഗമായിട്ട് കിടക്കുന്ന ഒരു വാട്ടർ ബോഡി ഉണ്ട്. ചില ലഗൂൺസ് ഒക്കെയാണ്. ഇത് ശരിക്കും കടലിൻ്റെ ഭാഗമല്ല, കുറച്ച് ലഗൂൺസ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു സീരീസ് ഓഫ് ലഗൂൺസ് ഉൾപ്പെടുന്ന ഒരു വാട്ടർ ബോഡിയാണ്. അതിനെയാണ് ഇവർ സിവാഷ് അല്ലെങ്കിൽ റോട്ടൻ സീ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിനെ റോട്ടൻ സീ എന്ന് വിളിച്ചു കഴിഞ്ഞാലും ഇതൊരു ഗ്രൂപ്പ് ഓഫ് ലഗൂൺസ് ആണെന്ന് മനസ്സിലാക്കി. ഈ ഒരു പ്രദേശങ്ങളെയാണ് ഈ റോട്ടൻ സീ അല്ലെങ്കിൽ സിവാഷ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ട് സീ ഓഫ് അസോവിൻ്റെ ഭാഗമാവുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീ ഓഫ് അസോവിനെയും ഈ റോട്ടൻ സീനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട്
ഒരു സാൻഡ് ബാർ, ഒരു അറബാത്ത് സ്പിറ്റ് എന്നുള്ള പേരിൽ ഒരു സാൻഡ് ബാർ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ക്രൈമിയയുടെ മെയിൻലാൻഡിനും അറബാത്ത് സ്പിറ്റിനും ഇടയിൽ കിടക്കുന്ന ഒരു സീരീസ് ഓഫ് വാട്ടർ ബോഡീസ് ആണ് ഈ സിവാഷ് അല്ലെങ്കിൽ റോട്ടൻ സീ എന്ന് പറയുന്നതെന്ന് അറിഞ്ഞിരിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.